back. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ക്രോട്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെടീനെ കുറിച്ചിട്ട് പറയാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളത് എൻ്റെ വല്യമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ഡാർക്ക് ആയിട്ടുള്ള ലീവ്സ് നിങ്ങൾക്ക് ശരിക്കും കണ്ടാൽ തന്നെ അറിയാം എത്ര ഹെൽത്തിയാണ് പ്ലാന്റ്സിന്. അതുപോലെ തന്നെ ഈ ഒരു ലീഫിന്റെ ആ ഒരു ബ്രൈറ്റ്നെസ് ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലാണ് ഇവിടെ വല്യമ്മ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന എല്ലാ ചെടികളും തന്നെ ഏകദേശം 28-29 വർഷത്തോളം പഴക്കമുള്ള ചെടികളാണ്. ഇത്ര മനോഹരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ നന്നായിട്ട് ഡീപ്പ് പ്രൂണിങ് ചെയ്യും. അപ്പോൾ ഡീപ്പ് പ്രൂണിങ് ചെയ്തിട്ടുള്ളൊരു സ്റ്റേജാണ് ഇപ്പോൾ ഇത്. ഞാൻ നമ്മുടെ ഒരു ഗാർഡൻ ടൂറിൽ ഇവിടുന്ന് ഞാൻ എടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇത്ര നല്ല കുറ്റിക്ക് വെട്ടും, ഒരു ഇല പോലും ഇല്ലാതെ വെട്ടും. അപ്പം അത് എല്ലാ വർഷം ചെയ്യുന്നൊരു സംഗതിയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ ചെടി ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ലഷായിട്ടിരിക്കുന്ന കാണാം. അപ്പം നമുക്ക് കാണാൻ പറ്റും ചെറിയ തളിർപ്പുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1-2 മാസം കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റേജ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വന്ന് തുടങ്ങും കേട്ടോ. മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ബുഷായിട്ട് കൊണ്ട് നടക്കാമുള്ളതും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഒന്നൊന്നും സെയിം അല്ല, എല്ലാം ഡിഫറെൻ്റ് ആണ്. എല്ലാത്തിനും ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കളേഴ്സും ഇതിന്റെ പാറ്റേൺസും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഏകദേശം 1.5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ചെടി അത്യാവശ്യം ഇതുപോലെ നല്ല വളർച്ചയിലെത്തി. നല്ല ലീഫൊക്കെ അത്യാവശ്യം നല്ല കളറ് ഒക്കെ വന്നു തുടങ്ങി. പിന്നെ ഇതിൻ്റെ ലൈറ്റിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടണം. അതായത് സൺലൈറ്റ് അത്യാവശ്യം ഉള്ളൊരു ഭാഗമായത് കാരണം ചെടിക്ക് ആ കറക്റ്റായിട്ട് ലീവ്സിന് വരുന്ന എല്ലാ വേരിയേഷൻസും അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ആ കളർ പാറ്റേൺസൊക്കെ എടുത്ത് കാണിക്കുന്നത് ഈ കൃത്യമായിട്ടുള്ള വെയിൽ അതിൻ്റെ മേലെ കിട്ടുന്നതിനെ കൊണ്ടാണ്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ചട്ടിയിൽ വെക്കുന്ന ക്രോട്ടൻസ് എപ്പോഴും നല്ല ഒതുങ്ങിയിട്ട് നല്ല ഭംഗിയിലിരിക്കും. അപ്പം നിങ്ങൾ തന്നെ നോക്കിക്കാൻ നമ്മൾ വിചാരിക്കും ഇതൊക്കെ സെയിം ആണെന്നുള്ളത്. എല്ലാ ചട്ടിയിലുള്ള ചെടികളും ഒന്നിനൊന്ന് പ്രത്യേകത കൂടുതലുള്ളത്. ലീവ്സൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല ഭംഗിയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ശരിക്കും ഈ ഒരു ചെടി മാത്രം മതി. ഇതിൻ്റെ പല കളക്ഷൻസ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ നല്ല മൺചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ശരിക്കും ഭയങ്കര ഒരു അട്രാക്ഷനാണ്. ഇവിടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആരായാലും ഒന്ന് ഈ ഒരു ഭാഗത്തേക്ക് നോക്കിപ്പോവും. അത്ര മനോഹരമായിട്ടാണ് അത് ഇരിക്കുന്നത്. പിന്നെ ഇതിന് പ്രിൻസ് കൂടി പേരുണ്ട്. ശരിക്കും ഒരു പ്രിൻസ് തന്നെയാണ് ഈ ഒരു ചെടി കേട്ടോ. ഈ ക്രോട്ടൻസിനെക്കാട്ടും നമ്മളെല്ലാവരും പറയുന്നത് പ്രിൻസാണ്. പ്രിൻസിൻ്റെ പല വെറൈറ്റീസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയാറ്. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല. സാധാരണ വല്യമ്മ ചെയ്യാറുള്ളത് ഇവിടുത്തെ ഫെർട്ടിലൈസർ, അതായത് ഫെർട്ടിലൈസർ കൊടുക്കുന്ന സാധാരണ പച്ചക്കറിയിൽ വരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെയാണ് സാധാരണയായിട്ട് ഒഴിച്ചു കൊടുക്കാറ്. പിന്നെ വർഷത്തിലുള്ള ആ ഒരു റീപ്രൂണിങ് ചെയ്യും. പിന്നെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ട്രിം ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ തറ്റൊന്നൊന്ന് ലെവലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. പ്രത്യേകിച്ചും അതിൻ്റെ ആ ബ്രാഞ്ചസ് ഉണ്ടല്ലോ, നല്ലൊരു ബുഷി ലുക്കാണ് ശരിക്കും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുക. പിന്നെ ഇത് വാട്ടർ പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ സോയിൽ പ്രൊപ്പഗേഷനും വളരെ ഈസി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ നമുക്കൊരു ചെറിയ കഷ്ണം കിട്ടുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മളെല്ലാവരും ഈ ഒരു ചട്ടിയിൽ വെച്ച ഒരു നല്ലൊരു ഇത് കണ്ടില്ലേ, നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതുപോലെ തന്നെ നമ്മൾ തൊടിയിൽ വെച്ചിട്ടുള്ളതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവിടെ തറവാട്ടിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷേ എല്ലാം തന്നെ നമ്മൾ മണ്ണിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്താ വെച്ചാൽ കറക്റ്റായിട്ടുള്ളൊരു പ്രൂണിങ് ഇല്ലാത്തൊരു സ്റ്റേജും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ചെടികൾ. എവിടെയും എല്ലാ തരത്തിലുള്ള പലതരം ലീവ്സ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ നമ്മളത് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്യാത്തത് കാരണം ചെടി ശരിക്കും ഒരു മരമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം അതിൻ്റെ അടിയിൽ നമ്മൾ കറക്റ്റ് പ്രൂണിങ് കൊടുക്കാത്തത് കാരണം ചെടി നല്ല വലുപ്പം വെച്ച് നല്ല ഭംഗിയാണ് ലീവ്സ്. പക്ഷേ അത് നന്നായിട്ട് വെട്ടി നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇല്ലാത്തത് കാരണം ഇങ്ങനൊരു സ്റ്റേജിലേക്ക് ആകും. അപ്പോൾ നമ്മൾ 2 വേരിയേഷൻസും നമ്മൾ മനസ്സിലാക്കണം. കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ചെടി ആ ഒരു കറക്റ്റായിട്ടുള്ള ആ പ്രൗഡിനെസ്സിൽ നിൽക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ചെടി ഉണ്ടെന്ന് പറയാൻ ഫൈനാണ്, നല്ല ഭംഗിയുണ്ട്. പക്ഷേ അതിന് കൃത്യമായിട്ടൊരു പ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ചെടി അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് വളർന്ന് ആ ഒരു ഇതിലേക്കായിരിക്കും, നേച്ചറിലേക്കായിരിക്കും വരിക.
അപ്പം മണ്ണിലാണെന്ന് നടുന്ന് വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ വർഷത്തിലൊരിക്കലും നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഞാനിപ്പം എൻ്റെ അടുത്തുള്ള 2 ചട്ടിയിൽ ഞാൻ വെച്ച 2 ക്രോട്ടൺസ് ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് വാട്ടർ പ്രൊപ്പഗേഷൻ ഞാൻ ചെയ്തത് ചെറിയൊരു ക്ലിപ്പിംഗ് കാണിച്ചു തരാം. അതുപോലെ തന്നെ മണ്ണിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു ചെറിയൊരു തുമ്പ്, അതിൻ്റെ ഒരു കുഞ്ഞു തുമ്പിൻ്റെ ഒരു കഷ്ണം മതി കേട്ടോ. പിന്നെ ഇത് കണ്ടോ, നമുക്ക് ബ്രാഞ്ചസ് കണ്ടില്ല, പെട്ടെന്ന് ബുഷാക്കാൻ ജസ്റ്റ് ഒരു കഷ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഏകദേശം 1 2 3 ബ്രാഞ്ചസ് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതിനെ ബുഷാക്കി കൊണ്ട് നടക്കാൻ പറ്റും. അപ്പം വർഷത്തിലൊരിക്കലും താഴത്ത് വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല ആ ചട്ടി നല്ല നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ പല ശാഖകൾ വന്ന് കിട്ടും. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ഇതുപോലെ ഒന്ന് തലപ്പ് നുള്ളി കൊടുത്തിട്ട് ആ ഒരു ചെറിയ കഷ്ണം മതി നമുക്ക് ഒരു പുതിയൊരു ചെടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 3-4 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ റൂട്ട്സൊക്കെ വന്നിട്ട് ഇതാക്കാം. സാധാരണ നമ്മൾ മണലിൽ കുത്തി പിടിപ്പിച്ചാൽ മതി. ഇനിയിപ്പോൾ വാട്ടർ പ്രൊപ്പഗേഷൻ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ഇതുപോലെ ഒരു കമ്പ് കട്ട് ചെയ്യുക. കമ്പ് കട്ട് ചെയ്തിട്ട് സാധാരണ ഏതെങ്കിലും ഒരു ജാറോ എന്തെങ്കിലും ഒരു ഗ്ലാസ്സോ എന്തിൻ്റെയെങ്കിലും ഉള്ളിൽ അതിപ്പോൾ ഞാൻ കുറേ കമ്പുകൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടിയും ഒന്നിലും ഇട്ട് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വേരുകൾ വന്ന് കിട്ടും. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൊരു ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ വലിയ കെയറൊന്നും കൊടുക്കണ്ട. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് വെള്ളം മാറ്റി കൊടുത്താൽ മതി. ഞാൻ പക്ഷേ വെള്ളം മാറ്റി കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ അത് വേര് വന്നിട്ടുണ്ട്. ഇങ്ങനെ വെയിലത്തൊന്നും വെക്കരുത്. ഒരു സാധാരണ ഒരു ഷെയ്ഡിൽ ഞാനിപ്പോൾ എൻ്റെ വാഷ് ബേസിൻ ഏരിയൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് വെറുതെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിന് വേണ്ടിയിട്ടൊന്നുമല്ല. അത് നല്ലൊരു ഭംഗിയായിരുന്നു ആ കോർണറിൽ വെച്ചത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ അത് വേര് ഡെവലപ്പ് ചെയ്ത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണിപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കട്ടിങ്സ്. കുറച്ച് മുമ്പ് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം എല്ലാം ഒരേ സമയത്ത് വെച്ചതാണ്. അപ്പോൾ എല്ലാത്തിലും ഒരു കമ്പൊഴിയാതെ എല്ലാത്തിലും റൂട്ട്സ് വന്നിട്ടുണ്ട്. ഇങ്ങനെ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് ചീഞ്ഞു പോയി എന്നൊക്കെ പറയും. പക്ഷേ ഈ ഒരു ചെടി അങ്ങനെ പെട്ടെന്ന് ചീഞ്ഞൊന്നും പോവില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വേര് വരും. ആ ഒരു സ്ഥലം കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിക്ക് അത് പെട്ടെന്ന് തന്നെ വേര് വന്ന് കിട്ടും. നല്ല ഭംഗിയാണ് ശരിക്കും ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് വേര് വന്നത് കാണാൻ വേണ്ടിയിട്ട്. എല്ലാം തന്നെ ഒരുപോലെ ഞാൻ വെറുതെ ഒന്ന് പൊന്തിച്ച് നോക്കിയതാണ്. അപ്പോൾ എല്ലാം തന്നെ ഇതിന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ജസ്റ്റ് ക്രോട്ടൺസിൻ്റെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ വെറുതെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് വേര് വന്നോ നോക്കാൻ വേണ്ടി ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ എല്ലാം തന്നെ വേര് വന്ന് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഓരോരോ പ്ലാന്റായിട്ട് നല്ല രീതിക്ക് സോയിൽ പ്രിപ്പയർ ചെയ്തിട്ട്, അതായത് നല്ലൊരു പോട്ടിംഗ് മിക്സ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് പോട്ട് ചെയ്തിട്ട് നല്ല ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ചെടികളാക്കി നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.